Hi dear students, now we are going to look at the tenses. A verb is a word which suggests what a subject is, what it does or what happens to it. There is hence a possibility of relating the functions of the verb to the past, present or future time. Thus, we say that a verb has three tenses, past, present and future. കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂതം, ഭാവി, വർത്തമാനകാലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടെൻസസ്. അതാണ് ടെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഈ ഭൂതം, ഭാവി, വർത്തമാനകാലങ്ങൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു സെൻറ്റൻസിൽ വേർബിനുണ്ടാകുന്ന മാറ്റങ്ങളിൽ നിന്നാണ് നമുക്കത് മനസ്സിലാവുന്നത്. ആ ക്രിയയ്ക്കാണ് അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Each of the three tenses have four distinct forms: simple, continuous, perfect and perfect continuous. Simple present tenseന്റെ ഫോം എന്താ? ബേസ് ഫോം ഓഫ് ദി verb ആണ്. അവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന verb ഉണ്ടോ? ഈറ്റ് ആൻഡ് ഈറ്റ്സ്. ഇപ്പോൾ സിംഗുലർ verb ആണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഈറ്റ്സ് എന്നും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഈറ്റ് എന്നും ആകും. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ്, അതിൻ്റെ ഫോം എന്താ? ആം, ഈസ്, ആർ പ്ലസ് ING ഫോം ഓഫ് ദി വേർബ്. വേർബിൻ്റെ കൂടെ ING ചേർത്തിട്ട് വരികയാണ്. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് വൺ ഈസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ ഫോം ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വേർബ്. അപ്പോൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ചേർക്കുക അതിൻ്റെ കൂടെ. ഇവിടെ ഈറ്റിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഈറ്റൻ എന്നാണ്. ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം ഹാവ് ഓർ ഹാസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. അവിടെ ഹാവ് അല്ലെങ്കിൽ ഹാസ് ചേർക്കുക അതിൻ്റെ കൂടെ ബീൻ ചേർക്കുക അതിൻ്റെ കൂടെ ING ചേർത്തിട്ടുള്ള വേർബും. ഇനി സിമ്പിൾ പാസ്റ്റ് വേർബിൻ്റെ പാസ്റ്റ് ഫോമാണ്. ഈറ്റിൻ്റെ പാസ്റ്റ് ഫോം എയ്റ്റ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ വാസ് ഓർ വെയർ പ്ലസ് വേർബ് പ്ലസ് ING ഫോമാണ് വരിക. ഇനി അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വേർബ്. അപ്പോൾ ഹാഡ് ഈറ്റൻ എന്നായി മാറി. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് had plus been plus ING form of the verb. Had been eating. Simple future വരുമ്പോൾ will or shall plus base form of the verb. അപ്പോൾ will eat അല്ലെങ്കിൽ shall eat എന്ന് വരും. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരുമ്പോഴോ will or shall plus be plus verb plus ING. അപ്പോൾ will be eating, shall be eating എന്ന് വരും. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് shall or will plus have plus past participle of the verb. Shall have eaten, will have eaten. Perfect continuous, future perfect continuous. Shall or will plus have plus been plus ING form of the verb. Shall have been eating, will have been eating. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നൗ വി ക്യാൻ ലുക്ക് അറ്റ് ദീസ് എക്സാമ്പിൾസ്. ഇറ്റ് റെയിൻസ് ഇൻ കേരള. ഒരു സാധാരണ ഒരു സംഭവം പോലെയാണ് അല്ലേ, മഴ പെയ്യുന്നുണ്ട്. ദെൻ രാജേഷ് വാച്ചസ് ടെലിവിഷൻ എവ്രി ഡേ. എല്ലാ ദിവസവും രാജേഷ് TV കാണും എന്ന് പറയുമ്പോൾ അതൊരു ഹാബിച്വൽ ആക്ഷനാണ്, എല്ലാ ദിവസവും ചെയ്യുന്നതാണ്, റിപ്പീറ്റഡ് ആയിട്ട് രാജേഷ് ചെയ്യുന്ന കാര്യം. ബീസ് മേക്ക് ഹണി. തേനീച്ചകൾ തേനുണ്ടാക്കും. അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ട്രൂത്താണ്, സത്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലേ. ഡോഗ്സ് ഈറ്റ് മീറ്റ്. അതുപോലെ മൈ ഗ്രാൻഡ് ഫാദർ ലിവ്സ് ഇൻ മുംബൈ. എൻ്റെ ഗ്രാൻഡ് ഫാദർ മുംബൈയിലാണ് താമസിക്കുന്നത്. ഐ വർക്ക് എവ്രി സാറ്റർഡേ. ഞാൻ എല്ലാ സാറ്റർഡേയും ജോലി ചെയ്യും എന്ന് പറയുമ്പോഴും ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ എല്ലാ സാറ്റർഡേയും ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു മീനിങ് വരുന്നുണ്ട്. അപ്പോൾ വി യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് മോസ്റ്റ്ലി ടു ടോക്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ആർ ഓൾവേസ് ട്രൂ and things that happened repeatedly. Now we can look at the uses of simple present tense. First one, to denote a permanent truth. The sun rises in the east. സൂര്യൻ ഈസ്റ്റിൽ കിഴക്ക് വശത്ത് ഉദിക്കുന്നു അല്ലേ. ഇന്നും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യനെ കിഴക്ക് വശത്ത് കാണാനായിട്ട് സാധിക്കും.
ഓൾ ക്രീച്ചേഴ്സ് ബ്രീത്ത്. എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കും അല്ലേ, എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കുന്നു. അതൊക്കെ ഒരു സത്യമാണ്, ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ട്രൂത്താണ്. അപ്പം അത്തരം കാര്യങ്ങളെ പറയുന്നതിനായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ് ഇസ് ടു ഡിനോട്ട് എ ഹാബിച്വൽ ഓർ റിപ്പീറ്റഡ് ആക്ഷൻ. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock ഇൻ ദി മോർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. എല്ലാ ദിവസവും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയും എൻ്റെ ഒരു ഹാബിറ്റായിട്ട് അത് ഫോം ചെയ്യുകയും ചെയ്ത ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് റിപ്പീറ്റഡ് ഓർ ഹാബിച്വൽ ആക്ഷനെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ രാജേഷ് വാച്ചസ് ടെലിവിഷൻ എവറി ഡേ. എല്ലാ ദിവസവും രാജേഷ് TV കാണുന്നുണ്ട്. Now we can look at the third point, to denote a permanent state. പെർമനൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ കാണിക്കാനായിട്ട്. ലണ്ടൻ ഈസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദി തേംസ്. തേംസ് നദിക്കരയിലാണ് ലണ്ടൻ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ കാണിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ടു ഡിനോട്ട് എ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. ഇനി ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ കാണിക്കാനായിട്ട് കൂടി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. മൈ ബ്രദർ കംസ് ഹോം നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച എൻ്റെ ബ്രദർ വരുന്നുണ്ട് എന്ന് നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ മാത്രമല്ല സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ കൂടി പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് ഫ്യൂച്ചർ കാണിക്കാൻ പറ്റും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഫോർത്ത് പോയിന്റ്, വി യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഇൻ ഇംപെരറ്റീവ് സെൻറ്റൻസസ്. എന്താണ് ഇംപെരറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡർ നൽകാനായിട്ട് അല്ലെങ്കിൽ കമാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കം ഹിയർ, ഹെൽപ്പ് മീ പ്ലീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് ഇംപെരറ്റീവ് സെൻറ്റൻസ്. നെക്സ്റ്റ് വൺ ഈസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. ഹൗ ക്ലവർലി ഷീ ആർഗ്യൂസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് പാലിക്കണം. ഐ, യു, വി, ദേ എന്നിവയെ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലൂറലായിട്ടുള്ള വേർബ് കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞ ഈറ്റ്സ് എന്നുള്ള വേർബാണെങ്കിൽ ഐ ഈറ്റ് എന്നാണ് പറയുക, ഐ ഈറ്റ്സ് എന്ന് പറയില്ല. ഐ, യു, വി, ദേ ഇവിടെ കൂടെ എപ്പോഴും പ്ലൂറൽ ആയിട്ടുള്ള വേർബ് ചേർക്കണം. ഇപ്പോൾ ഐ പ്ലേ, യു പ്ലേ, വി പ്ലേ, ദേ പ്ലേ. ഐ ഡു നോട്ട് പ്ലേ, ഐയുടെ കൂടെ എപ്പോഴും ഡു ആണ് ചേർക്കേണ്ടത്, ഡസ് അല്ല. വേർ ഡു യു പ്ലേ, കണ്ടോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചപ്പോൾ. ഇനി ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെ പ്ലേസ് ചേർക്കാം. ഇനി പേരാണെങ്കിലും മനു, മനു പ്ലേസ്, ഷീ പ്ലേസ്, ഹീ പ്ലേസ്, ഇറ്റ് പ്ലേസ്. അതിൻ്റെ കൂടെ ഡസ് ആണ് ചേർക്കേണ്ടത്. ഷീ ഡസ് നോട്ട് പ്ലേ, വേർ ഡസ് ഷീ പ്ലേ. ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻസും എസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കിയേ. ഡു യു പ്ലേ, യു വരുമ്പോൾ കണ്ടോ ഡു വന്നു, പ്ലേ വന്നു. യെസ് ഐ ഡു, നോ ഐ ഡോണ്ട്. ഡസ് ഷീ പ്ലേ, അവിടെ ഷീ വന്നതുകൊണ്ടാണ് ഡസും പ്ലേയും വന്നത്. യെസ് ഷീ ഡസ്, നോ ഷീ ഡസൻറ്റ്. നൗ വി ക്യാൻ ഡിസ്കസ് ദി ടെക്സ്ച്വൽ എക്സസൈസ്. ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. എക്സാമിന് വരുമ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കാറ്, കുറച്ചും കൂടി ലോങ് സെൻറ്റൻസസ് ഒക്കെ ചോദിക്കാറുണ്ട്. നോക്കാം. ഈറ്റ്സ് ഡോഗ് ടു യോ മച്ച്. ഇതിന് നിങ്ങൾ കറക്റ്റ് ഓർഡറിലാക്കണം. എന്നാ യുവർ ഡോഗ് ഈറ്റ്സ് ടു മച്ച്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ലിവ് ഐ ദാറ്റ് ഹൗസ് ഇൻ, ഐ ലിവ് ഇൻ ദാറ്റ് ഹൗസ്. Badly, violin plays the very Gina. Gina plays the violin very badly. Those young come from laborers Bengal. Those young laborers come from Bengal. Next one is strike the incorrect words. We, my friend always wears old clothes. My friend ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ട് വേർബ് വിയേഴ്സ് ആകും. ഓക്കെ, അപ്പം വിയേഴ്സ് അവിടെ വേർബ് വന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? വി സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞു. അടുത്ത് നോക്കിയേ. വി ഓൾ ദ ബോസ് തിങ്സ് യു ആർ വണ്ടർഫുൾ. എന്താണ് ആൻസർ? ദി ബോസ് തിങ്സ് യു ആർ വണ്ടർഫുൾ. തിങ്സ് എന്നുള്ളത് സിംഗുലർ ആയിട്ടുള്ള വേർബ് ആയതുകൊണ്ട് ആൻസർ ദ ബോസ്. അടുത്തത് ബ്രെഡ് ബുക്സ് കോസ്റ്റ് എ ലോട്ട്. ഏത് ആൻസർ?
ബുക്സ് കോസ്റ്റ് എ ലോട്ട്. അവിടെ ബുക്സ് എന്ന് പറഞ്ഞത് പ്ലൂറലാണ്, അതുകൊണ്ട് പ്ലൂറൽ ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്ന വെർബ് വരും. അടുത്തത് അവർ കാറ്റ്സ് നെവർ ക്യാച്ചസ് മൈസ്. അവർ കാറ്റ് നെവർ ക്യാച്ചസ് മൈസ്. ഇവിടെ ക്യാച്ചസ് എന്ന് പറയുന്ന വെർബ് വന്നതുകൊണ്ട് സബ്ജക്റ്റ് ഏതാകണം? അവർ കാറ്റ് എന്നാകും ഇവിടെ സബ്ജക്റ്റ്. ദാറ്റ് ചിൽഡ്രൻ മേക്സ് എ ലോട്ട് ഓഫ് നോയ്സ്. ഇവിടെ മേക്സ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള വേർബാണ്. അപ്പോൾ സബ്ജക്റ്റ് എന്തായിരിക്കണം? സിംഗുലർ. ഇതിൽ ഏതാ സിംഗുലർ സബ്ജക്റ്റ്? ദാറ്റ് ചൈൽഡ് മേക്സ് എ ലോട്ട് ഓഫ് നോയ്സ്. നെക്സ്റ്റ് വൺ, മൈ ഫാദർ ആൻഡ് മദർ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഇവിടെ വേർബ് ഏതാ? ടീച്ചേഴ്സ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം അല്ലേ? ഇവിടെ സിംഗുലർ വേർബ് ആയതുകൊണ്ട് സബ്ജക്റ്റും സിംഗുലർ ആയിരിക്കണം. അതുകൊണ്ട് മൈ ഫാദർ ആയിരിക്കണം ഇവിടെ സബ്ജക്റ്റ്. മൈ ഫാദർ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് എന്നാണ് കറക്റ്റ്. എക്സസൈസ് ഇസ് മേക്ക് നെഗറ്റീവ് സെന്റൻസസ്. യൂസ് ഡോണ്ട് ഓർ ഡസൻറ്റ്. ഡോണ്ട് അല്ലെങ്കിൽ ഡസൻറ്റ്. സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിലാണ് എന്ത്? ഡസൻറ്റ് വരുന്നത് അല്ലേ? പ്ലൂറൽ ആണെങ്കിൽ ഡോണ്ട് വരണം. നോക്കി, ഐ പ്ലേ ചെസ്. ഇവിടെ ബ്രാക്കറ്റിൽ കാർഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിന് എന്താവണം? ആക്കണം ഐ ഡോണ്ട് പ്ലേ കാർഡ്സ് എന്നാക്കി മാറ്റണം. ഐ വന്നതുകൊണ്ട് ഡോണ്ട് വരുന്നു. ഹി ലൈക്സ് ജാസ്. ഹി ഡസൻറ്റ് ലൈക്ക് പോപ്പ് മ്യൂസിക്. ഹി ആയതുകൊണ്ട് ഡസൻറ്റ്. ദ ട്രെയിൻ സ്റ്റോപ്സ് അറ്റ് ഷൊർണൂർ. ബ്രാക്കറ്റിൽ തിരൂർ. ദ ട്രെയിൻ, ഇപ്പം എന്ത് വരണം? ഡു ആണോ ഡസ് ആണോ? ഡസ്. ദ ട്രെയിൻ ഡസൻറ്റ് സ്റ്റോപ്പ് അറ്റ് തിരൂർ. ഡസിൻ്റെ വരുമ്പോൾ പിന്നെ സ്റ്റോപ്സ് എന്ന് പറയില്ല, സ്റ്റോപ്പ് എന്ന് വേണം പറയാനായിട്ട്. ദീപു റിമെമ്പേഴ്സ് നെയിംസ് വെരി വെൽ. ബ്രാക്കറ്റിൽ ഫേസസ്. ദീപു ഡസിൻറ്റ് റിമെമ്പേഴ്സ് എന്നുള്ളത് മാറ്റിയിട്ട് റിമെമ്പർ ആക്കണം. കാരണം അവിടെ ഡസിൽ അത് പോയി. ഫേസസ് റിമെമ്പർ ഫേസസ് വെരി വെൽ. നെക്സ്റ്റ് വൺ ഇസ് ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ ഓൺ മൺഡേയ്സ്. ബ്രാക്കറ്റിൽ ഹോക്കി. ചിൽഡ്രൻ ആയതുകൊണ്ട് ഡോണ്ട് ആവും. ചിൽഡ്രൻ ഡോണ്ട് പ്ലേ ഹോക്കി ഓൺ മൺഡേയ്സ്. മൈ മദർ ടീച്ചേഴ്സ് എഞ്ചിനീയറിംഗ്. ബ്രാക്കറ്റിൽ ബയോളജി. മൈ മദർ ഡസൻറ്റ് ടീച്ച് ബയോളജി. മേക്ക് ക്വസ്റ്റ്യൻസ്. ദേ സ്മോക്ക്. ഡു ദേ സ്മോക്ക്. എന്തുകൊണ്ടാണ് ഡു വന്നത്? ദേ ആണ് അവിടെ സബ്ജക്റ്റ് അല്ലേ? മോണിക്ക ടീച്ചേഴ്സ് ഫ്രഞ്ച്. മോണിക്ക വരുമ്പം ഡു ആണോ ഡസ് ആണോ വരിക? ഡസ് വരണം. ഡസ് മോണിക്ക ടീച്ചേഴ്സ് എന്തായി മാറും? ടീച്ച് ഫ്രഞ്ച് ആയി മാറും. ദ കാലിക്കറ്റ് ബസ് സ്റ്റോപ്സ് ഹിയർ. കാലിക്കറ്റ് ബസ് വരുമ്പം ഡസ് വരണം. ഡസ് കാലിക്കറ്റ് ബസ് സ്റ്റോപ്സ് എന്തായി മാറും? സ്റ്റോപ്പ് ഹിയർ. ദ ടീച്ചേഴ്സ് നോ ഹർ. ഡു ദ ടീച്ചേഴ്സ് നോ ഹർ. ടീച്ചേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ഡു വന്നു. You play the piano. Do you play the piano? My brother works in a restaurant. My brother ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ഡസ് ആയിരിക്കണം. Does your brother, my brother എന്താവും? Your brother work in a restaurant. We need more eggs. Do we need more eggs? Now we are going to look at the last exercise in this session. Make WH questions. എന്താണ് WH questions? Where, what, how, who ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിനെയാണ് WH questions എന്ന് പറയുന്നത്. Where she live. ഷീ ആണ് സബ്ജക്റ്റ്, അപ്പോൾ എന്ത് വരണം? ഡസ് വരണം. Where does she live? What you want എന്ന് ചേർക്കണം. യു ആയതുകൊണ്ട് ഡു അല്ലേ? What do you want? What this word mean? This word ആണ്, അപ്പോൾ എന്ത് ആവണം? does. What does this word mean? What time the film start? The film ആയതുകൊണ്ട് does. What time does the film start? How much those shoes cost? എന്ത് വരണം? ഷൂസ് ആണ്, അപ്പോൾ does. How much does those shoes cost?